അരി, ശർക്കര, തേങ്ങ ചിരകിയത്. ബിലീവ് മീ, ഒരു 3 ഐറ്റം മതി. നല്ല സൂപ്പർ ഒരു 4 മണി പലഹാരം നമുക്കുണ്ടാക്കാം. ദാ സ്റ്റൗ ഓൺ ചെയ്ത് ചീനച്ചട്ടിയിലേക്ക് എണ്ണയൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. നേരിട്ട് നമ്മൾ ചോറുണ്ണുന്ന കുത്തരിയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അതിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിയുമ്പം അത് അരി ഒന്ന് പൊട്ടാൻ തുടങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലേക്ക് അരി വരും. ആ സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്ത് അരി ആറാൻ വേണ്ടി വെക്കുക. എന്നിട്ട് ഈ വറുത്ത അരി നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇതുപോലെ നന്നായിട്ട് പൊടിച്ചതിന് ശേഷം നമ്മൾ ശർക്കര ചിരകിയതിലേക്കിട്ട് നമ്മൾ തേങ്ങ കുറച്ചെടുത്ത് അതും ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. മിക്സിയുടെ ജാറിൽ തേങ്ങ ചിരകിയത് കൂടെ ക്രഷ് ചെയ്ത് അതും കൂടി ഇട്ടിട്ട് മൂന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. ആ സെയിം മിക്സിയുടെ ജാറിൽ തന്നെ നമ്മൾ ഇത് മൂന്നും കൂടെ ഒന്നുകൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. എന്നാലേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോഴാണ് മയം വരുന്നത്. നമ്മൾ കൈകൊണ്ട് മിക്സ് ചെയ്യുന്നതിൽ നല്ലത് മിക്സിയുടെ ജാറിൽ തന്നെ ഒന്നുകൂടി ഒന്ന് ക്രഷ് ചെയ്യുന്നതാണ്. എന്നിട്ട് കൈകൊണ്ട് ഇങ്ങനെ ഉരുളകളാക്കിയാൽ മാത്രം മതി. നല്ല സൂപ്പർ അരിയുണ്ട റെഡിയാണ്. ഇതിന് തേങ്ങയുടെ വെള്ളം ഇറങ്ങുന്നത് കാരണം മറ്റു വെള്ളമോ മറ്റൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, നെയ്യോ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. ഒരു സൂപ്പർ ഐറ്റമാണ്. ഗസ്റ്റുകൾ വേഗം വരുമ്പോൾ നമുക്ക് വേറെ ഐറ്റംസ് ഒന്നും ഇല്ലെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാനും കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ അടിപൊളി ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പെട്ടെന്ന് 5 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം കേട്ടോ.